പ്രാധാന്യമുണ്ട് സർവകലാശാലകൾക്കുമെന്ന് എഴുത്തുകാരനും കേസരി മുഖ്യപത്രാധിപരുമായ ഡോക്ടർ NR മധു അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ ചെറുകാനത്ത് ജനക്ഷേമ സമിതി ഗ്രന്ഥാലയത്തിന് പുതുതായി നിർമ്മിച്ച അടൽജി സ്മൃതി മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃക്കരിപ്പൂർ ചെറുകാനത്ത് ജനക്ഷേമ സമിതി ഗ്രന്ഥാലയത്തിന് പുതുതായി നിർമ്മിച്ച അടൽജി സ്മൃതി മന്ദിരം ഡോക്ടർ NR മധു ഉദ്ഘാടനം ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് വർഷങ്ങളായിട്ട് ഈ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. കോടിക്കണക്കിന് ജനങ്ങൾ വരുന്നു. ഒരു മിനി കുംഭമേള ഞാൻ ഇന്ന് ഈ ഗ്രാമത്തിൽ കണ്ടു. ആളുകളുടെ അംഗസംഖ്യ കൊണ്ടല്ല, മനുഷ്യരുടെ മനസ്സിൻ്റെ ആഹ്ലാദത്തിൻ്റെ ആ ഒരു തരംഗമാല. ഒരു കണക്കിന് പറഞ്ഞാൽ ഇവിടെ ഒരല്പം മുമ്പ് ഇവിടെ വഴി വന്നതിനെക്കുറിച്ചും വൈദ്യുതി വന്നതിനെക്കുറിച്ചും ഒക്കെ പറയുന്നത് കേട്ടു. ഒരിടത്ത് എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ടാവും. ഒരിടത്ത് എന്ന് പറയുന്ന സിനിമയുടെ ഇതിവൃത്തം ഒരു ഗ്രാമത്തിൽ വൈദ്യുതി വരുന്നതാണ്. അറിവിനു വേണ്ടി വാതിലുകൾ തുറന്നിട്ട പാരമ്പര്യമാണ് ഭാരതത്തിനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ KV മോഹനൻ അധ്യക്ഷത വഹിച്ചു. വായനശാലയുടെ ആദ്യ പ്രസിഡന്റ് C കുഞ്ഞിക്കണ്ണന്റെ ഫോട്ടോ ഗ്രന്ഥാലയ ഹാളിൽ ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P വേണുഗോപാലൻ അനാച്ഛാദനം ചെയ്തു. ഗ്രന്ഥശാല സംഘം കാസർഗോഡ് ജില്ലാ മുൻ പ്രസിഡന്റ് P അംബു മാസ്റ്ററെയും കെട്ടിടം രൂപകൽപ്പന ചെയ്ത M ബിജുവിനെയും ആദരിച്ചു. ജനറൽ കൺവീനർ A രാജീവൻ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി PV ദിനേശൻ, സാഹിത്യകാരൻ ചന്ദ്രൻ മുട്ടത്ത്, ചിത്ര രാജീവൻ, K ശശികല എന്നിവർ സംസാരിച്ചു. കെട്ടിടോദ്ഘാടനത്തിന് മുന്നോടിയായി തൃക്കരിപ്പൂർ ടൗണിൽ നിന്നും ചെറുകാനത്തേക്ക് ചെണ്ടമേളത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ സാംസ്കാരിക ഘോഷയാത്ര നടന്നു. രാത്രി ഫ്യൂഷൻ ഡാൻസ് അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.